എന്തായാലും ഇന്ന് അതിദാരുണമായി പാമ്പ് കടിയേറ്റ് മരിച്ച കുട്ടിയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എട്ട് വയസ്സുകാരനായ ദീക്ഷനാണ് പുലർച്ചെ പാമ്പ് കടി ഏൽക്കുന്നത്. എന്തോ കടിച്ചു എന്നതാണ് പറഞ്ഞത്. മുത്തശ്ശിയോടൊപ്പം കിടന്നുറങ്ങുകയായിരുന്നു. എന്തോ കടിച്ചു എന്ന് വീട്ടുകാരോട് പറയുന്നു. വീട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അവിടെ നിന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കുടുംബം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. സാരംഗ് ഇപ്പോൾ കുട്ടിയുടെ വീട്ടിൽ ചേരുന്നുണ്ട്. സാരംഗ്, വളരെ ദാരുണമായ സംഭവം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും അവർ പറയുന്നത് രക്തസാമ്പിളുകളിൽ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കുട്ടിയുടെ പിതാവ് പറയുന്നത് വളരെ ലാഘവത്തോടു കൂടിയാണ് ആശുപത്രിക്കാർ കുട്ടിയെ പരിശോധിച്ചത് എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് ദീക്ഷയുടെ പിതാവ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് നീങ്ങും? സ്വാഭാവികമാണ് കാരണം കൃത്യമായൊരു പരിശോധന നടത്തിയില്ല, പിന്നെ സമയതാമസമുണ്ടായി അടക്കമുള്ള, അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ റെഫർ ചെയ്തത്. പക്ഷേ അത്രയും സമയം അവിടെ, അതായത് ആന്റിവെനം അടക്കം നൽകിയില്ല എന്നൊരു ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നടക്കം ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിൽ വലിയ പ്രധാനമായി ഗുരുതരമായ ആരോപണമായി ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ആശുപത്രിക്കെതിരെ ഇതിന് മുൻപും സമാനമായ സാഹചര്യത്തിൽ ആരോപണങ്ങൾ ഉയർന്നിട്ടുമുണ്ട്. എന്തുതന്നെയായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ഇവിടേക്ക് കുട്ടിയെ എത്തിച്ചിരിക്കുന്നത്. അല്പം വൈകാതെ തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം രാവിലെ പുലർച്ചെ തന്നെ മരണം സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നു. പിന്നീടാണ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടന്നത്. എന്തായാലും ഇവിടെ ആശുപത്രി നൽകുന്ന വിശദീകരണം ഇത്തരത്തിലുള്ള ഒരു പാമ്പുകടിയുടെ ലക്ഷണങ്ങൾ കാണിച്ചില്ല എന്നാണ്. പക്ഷേ അത് തീർത്തും നിരാകരിക്കുന്ന രീതിയിലാണ്. കാരണം പാമ്പിനെ അടക്കം വീട്ടിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലാണെന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ തന്നെ മാറ്റാമായിരുന്നു. അത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായില്ല. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ളൊരു നീക്കം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ വരുന്ന ആരോപണം. എന്തു തന്നെയായാലും ഇനി കുടുംബം ഈ ഒരു സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഹരി, 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ദീക്ഷൻ. എന്തായാലും ദീക്ഷൻ്റെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രി പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കുടുംബം വളരെ ശക്തമായ രീതിയിൽ തന്നെ കുട്ടിയെ നോക്കിയില്ല, പരിചരിച്ചില്ല എന്നുള്ള രീതിയിലുള്ള ശക്തമായ ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ ഉടനെ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.